ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അധ്യായം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം DP അതായത് യൂട്യൂബിൻ്റെ പ്രൊഫൈല് മാറ്റുമ്പോൾ നമുക്ക് നല്ല പിക്കൊന്നും കിട്ടത്തില്ലായിരിക്കും. അപ്പോൾ ഒരു അടിപൊളി പിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ആപ്പാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാം, അതിൻ്റെ പേര് സ്പോർട്സ് ലോഗോ എന്നാണ്, ലോഗോ മേക്കർ എന്നാണ്. അത് പ്ലേ സ്റ്റോറിനകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി, ലോഗോ മേക്കറിന് അടിച്ചു കൊടുത്താലും മതി. അപ്പം ഇത് വരും. അതിൻ്റെ പ്രൊഫൈൽ കണ്ടാൽ അറിയായിരിക്കും. ഇത് ഞാൻ നേരത്തെ ചെയ്തു വെച്ച പ്രൊജക്റ്റാണ്, ചുമ്മാ ഒരു സാമ്പിളിന് വേണ്ടി. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം ലോഗോസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോഗോസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അധികം ഇഷ്ടപ്പെടുന്നൊന്നും കാണത്തില്ല അങ്ങനെ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആളുകളുടെ മുഖമുള്ളതുണ്ട്, അല്ലാതെ ഓരോ ലയണ്, അതുപോലത്തെ ആനിമൽസിൻ്റെ ഉണ്ട്, അതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. അപ്പം എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ എടുക്കും, പക്ഷേ ഇപ്പോൾ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടിയിലോട്ട് പോയാൽ അധികം നല്ലതൊന്നും കാണത്തില്ല. ഏറ്റവും അടിയിലൊക്കെ നമുക്കിഷ്ടമില്ലാത്ത, അതായത് ഒരുമാതിരി ചെറിയ ഇത് ലോഗോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഗ്രാഫിക്സ് ആണ്. അതായത് നമ്മളിപ്പം ഒരു പ്രൊഫൈൽ എടുത്തെന്ന് ഓർത്തോ, ഒരു സ്റ്റിക്കർ എടുത്തു. അപ്പോൾ ആ സ്റ്റിക്കറിൻ്റെ പുറകിൽ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് വരേണ്ടത് അതിനു വേണ്ടിയുള്ളതാണ്. അത് നമ്മളെടുത്ത ലോഗോയ്ക്ക് ഉള്ള അനുസരിച്ച് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് അതിനോട് വലിയ ഇതൊന്നുമില്ല, താല്പര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ എല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇപ്പം കണ്ടോ, ഏറ്റവും അടിയിലോട്ട് പോകുമ്പോൾ ഇച്ചിരി കൊള്ളത്തില്ലാത്ത കൂട്ട്, അതായത് ഇഷ്ടപ്പെടത്തില്ലാത്ത കൂട്ടാണ്. ഇപ്പം ഞാനൊരു ലോഗോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ലോഗോ ആണ് ഞാൻ സെലക്ട് ചെയ്തത്, ഒരു ഈഗിളിയാണ്. അപ്പം അവിടെ ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, T എന്നും പറഞ്ഞ്. അപ്പോൾ അവിടെ നമ്മുടെ ചാനലിൻ്റെ പേരടിച്ചു കൊടുക്കുക. അതായത് നമ്മളിപ്പം പ്രൊഫൈൽ പിക്ചർ, അതായത് നിങ്ങൾ താഴോട്ട് വരുമ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണും. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ മണ്ടയിലായിട്ട് കാണുന്ന, താഴെയായിട്ട് കാണുന്ന, നിങ്ങൾ വീഡിയോ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ താഴെയായിട്ട് കാണുന്ന ഒരു DP നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ DP മാറ്റുന്നതിന് വേണ്ടി ഒരു നല്ല ഇതാണ്, ഒരു നല്ല ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ടെക്സ്റ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് അടിച്ച്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കൂട്ട് ടെക്സ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എനിക്കിഷ്ടമുള്ള ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, ഒരുമാതിരി ബോൾഡ് പോലത്തെ. അതുകൊണ്ട് ഗ്രാഫിക്സ് ഞാൻ സെലക്ട് ചെയ്യുന്നില്ല, ഞാൻ നേരത്തെ കാണിച്ചു തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എന്നാ ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടി ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഇവിടെ കളേഴ്സ് എന്നും പറഞ്ഞാൽ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഓരോ കളേഴ്സ് ഇങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പം ബ്ലൂവോ റെഡോ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എഫക്ട്സ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം ഞെക്കിയപ്പോൾ കണ്ടോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഡോട്ട് പോലെ ആ താഴെ കാണിക്കുന്ന എഫക്റ്റ് തന്നെ മണ്ടയിൽ കാണിക്കും. അതായത് കളർ അതുപോലെ നിൽക്കും, പക്ഷേ എഫക്റ്റ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇച്ചിരി ലൈറ്റ് കളറാണ്, ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാതെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ ഇപ്പം കാണിക്കുന്ന ഗ്രേഡിയൻ്റ് ആണ്. ഇപ്പം ഗ്രേഡിയൻ്റ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് രണ്ട് ഇത് ചെയ്യാം, ഏതാ കളറ്. അപ്പം ഞാൻ മണ്ടേ റെഡ് സെലക്ട് ചെയ്തിട്ട് അടി നീല വയ്ക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇതും കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളതും ചെയ്യാം. ഞാൻ ഇവിടെ ബ്ലാങ്ക് ആക്കുവാണ്. ബ്ലാങ്ക് ആക്കിയത് അറിയാതാക്കിയതാണ്, നിങ്ങളൊന്ന് ക്ഷമിച്ച് കളഞ്ഞേക്കണം. അപ്പം ഞാൻ ഒന്നും കൂടെ ആ ഇത് സെലക്ട് ചെയ്യുകയാണ്. ഞാൻ പടക്കം പൊട്ടുന്ന പോലത്തെയാണ് സെലക്ട് ചെയ്യുന്നത്. മണ്ടയിൽ നീലയും താഴെ ചുവപ്പും ആക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല അടിപൊളിയായിട്ട് ഇത് ആയിട്ടുള്ളത് നമ്മുടെ പ്രൊഫൈല്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എന്നേലും കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്നെ ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം
ഞാൻ ഈ ടിപ്സ് ആൻഡ് ട്രിക്സിന് ഉള്ളതിൻ്റെ അകത്ത് കുറച്ച് കളർ, ഏതെങ്കിലും ഒരു നല്ല കളർ ഞാൻ സെലക്ട് ചെയ്ത്, ഒരു നീല കളറാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതൊന്നും ചെയ്യാനൊന്നുമില്ല, അത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ സ്ട്രോക്ക് ഒന്നും ഇടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്കത് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ളത് ഇപ്പം എസ് ഒന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണെന്ന് വെച്ചാൽ, ആ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറൊരു ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നൊരു ഇത് സെലക്ട് ചെയ്യുക. ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് തന്നെ ആണ് സെലക്ട് ചെയ്യാൻ നോക്കുന്നത്. അത് എവിടെ പോയി? ഇതല്ല, അപ്പം അത് കിട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് മാറ്റിയിടുവാണെങ്കിൽ അത് ശരിയായിക്കോളും. കണ്ടോ? പിന്നെ ഞാൻ നേരത്തെ സെലക്ട് ചെയ്തതാണ്, അത് സ്ട്രോക്ക് കൂട്ടിയിട്ടുകൊണ്ടാണ്. അപ്പം ഞാനത് ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടെ ഞാനൊന്ന് ശ്രമിക്കുകയാണ്. അപ്പം അതേ ഇത് തന്നെ ട്രൈ ചെയ്യുകയാണ്. അപ്പം ഞാൻ ഈ ടെക്സ്റ്റ് നേരത്തെ ഉപയോഗിച്ചത് ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അവിടെ ഞാൻ ഈ സൈഡിലത്തെ ടെക്സ്റ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോ. എന്നിട്ടൊരു ബ്ലൂ കളർ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ നല്ലത് ബ്ലാക്ക് തന്നെ ആയിരിക്കും. ഇത് ലെറ്റർ സ്പേസിംഗ് ആണ്. ഇപ്പം നമ്മുടെ ടി എഴുതിയിട്ട് ഐ എഴുതണേ എത്ര സ്പേസ് വേണമെന്നുള്ളതാണ്. ഞാൻ ഏകദേശം ഈ സ്പേസിങ് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. അവിടെ സേവ് എന്നും പറഞ്ഞൊരു ബട്ടണുണ്ട്. അപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഷെയർ നിൽക്കുവാണെങ്കിൽ വാട്സപ്പിലോട്ടോ യൂട്യൂബിലോട്ടോ വല്ല ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ആ ഫോട്ടോസിൽ കാണിച്ചു തരാം. ഇപ്പം ഞാൻ അതിൻ്റെ കറക്റ്റ് ഇതായിട്ടാണ് കാണിച്ചത്. കാരണം പേഴ്സണൽ ഫോട്ടോസൊക്കെ കാണിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഇച്ചിരി ഒരു നീളക്കൂടുതൽ പോലെ കാണും. അപ്പോൾ എഡിറ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇപ്പം ക്രോപ്പ് ചെയ്ത് സേവ് ചെയ്തു. ഇപ്പം നേരത്തേതിനേക്കാളും നന്നായിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ചെയ്ത പ്രോജക്റ്റാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇപ്പോൾ ടിപ്സ് ആൻഡ് ടിപ്സിൻ്റെ ഈ പുതിയ അധ്യായത്തിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്, മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോയുമായി വേറൊരു അധ്യായത്തിൽ കാണാം.